രാവിലെ ചായയും കുടിച്ച് പാത്തൂരൊപ്പം കളിച്ചിരുന്നോണ്ടേ നേരം പോയതറിഞ്ഞില്ല. ഈ ജനലും വാതിലൊക്കെ തുറക്കുമ്പോഴാണ് പുറത്ത് ഇത്രയും വെളിച്ചം വന്ന് ഉച്ചയായത് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമുക്കൊരു ഈസി ഹെവി ലഞ്ച് ഉണ്ടാക്കാം. നല്ല ബിരിയാണി. ആദ്യം ഈ രണ്ട് ഉള്ളി നമുക്ക് നമ്മുടെ അസിസ്റ്റൻറ്റ് കുക്കിനെ ഏൽപ്പിക്കാം. ഇതവൾ തൊലിക്കാൻ വേണ്ടി മാത്രമല്ല, ഓരോരുത്തർ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. എന്തായാലും നല്ല കുട്ടിയായി തൊലിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഉത്തരവാദിത്തമുള്ള അസിസ്റ്റൻ്റ് ആട്ടോ. ഞാൻ അരിഞ്ഞു വെച്ചതൊക്കെ കറക്റ്റ് സൈസാണോ എന്ന് ഓരോന്നെടുത്ത് നോക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ സിമ്പിളല്ലേ. ചിക്കനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക, തക്കാളി ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ചപ്പ് പുതിന, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, അനാവശ്യത്തിനായിട്ട് ഒരു 2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ തൈര്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത മസാല നേരെ സ്റ്റൗവിലോട്ട് മാറ്റി ഒരു 40 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇതേ സമയം നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും അരിയിട്ടിട്ട് നെയ്ച്ചോറാക്കി എടുക്കാം കേട്ടോ. കുറച്ചധികം നേരമായിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റിനെ കാണാനില്ല. ഒന്ന് ചെന്ന് നോക്കാം. ആഹാ സബാഷ്. കാണാതായപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു ഇമ്മാതിരി വല്ല പണി ഒപ്പിക്കുമായിരിക്കും. ഇതിലൊന്നും നമ്മൾ തളരരുത്, കാരണം തളർന്നിട്ട് കാര്യമില്ല. റൂമിൽ നാട്ടി പറഞ്ഞയച്ചപ്പോൾ ഇതാ ഒരാൾ ഇവിടെ അടുക്കളയിൽ വന്നിട്ട് പഴം വാങ്ങിയും പഴുപ്പ് നോക്കുന്നുണ്ട്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കില്ല ഇതിൽ ലേശം ഉത്തരവാദിത്വം കുറവാന്ന് കൊച്ചിന് തോന്നിക്കാണും. എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. എന്തായാലും തളർച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് എന്ന് പറയുന്നത് ദമ്മിടുക. നമുക്ക് അടുപ്പിൽ ദമ്മിടാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റൗവിൽ ഈ പാത്രത്തിലൊക്കെ തന്നെ ദമ്മിടും. ആദ്യം ഒരു ലെയർ ചോറിടുക. എനിക്ക് ക്യാരറ്റ് ഇടുന്ന ഇഷ്ടമായതുകൊണ്ട് ക്യാരറ്റും കൂടെ ഞാൻ ചേർക്കും. ക്യാരറ്റ് ഇടുക, ചപ്പിടുക, പിന്നെ ശകലം നെയ്യ് ചേർക്കുക. പിന്നെ റിപ്പീറ്റ്. വീണ്ടും ഒരു ലെയർ ചോറിടുക, ചപ്പിടുക, ക്യാരറ്റ് ഇടുക, കുറച്ച് നെയ്യ് ചേർക്കുക. ദെൻ പൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ചട്ടിയിലൊക്കെ വെച്ച് കാണുമ്പോൾ വെറും ഒരു പ്രഹസനമാണ്. ഇത്തിരി തൈരും അച്ചാറും കൂടെ കൂട്ടി വിളമ്പാം. ടേസ്റ്റിൽ പോയാലും നമുക്ക് പ്രസൻറ്റേഷനിൽ പിടിക്കണം, അതാണ് ഹൈലൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ ജഡേജിക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ടാറ്റാ.